എല്ലാവർക്കും നമസ്കാരം. ടീച്ചേഴ്സ് മെന്റേഴ്സ് യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളൊരു ജോബിന് അപ്ലൈ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു സ്ഥാപനത്തിൽ പഠിക്കാൻ വേണ്ടിയിട്ട് ഒക്കെ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ബയോഡേറ്റ കൊടുക്കാറുണ്ട്. അങ്ങനെ ഒരു ബയോഡേറ്റയുടെ ഫോർമാറ്റ് എങ്ങനെയാണ് വേണ്ടത് എന്ന് പല ആളുകൾക്കും സംശയമുണ്ടാവും. ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ ഈ ബയോഡേറ്റയുടെ കൃത്യമായിട്ടുള്ള ഫോർമാറ്റ് പറഞ്ഞു തരും. പിന്നെ ഏതൊക്കെ തരത്തിൽ അത് മികച്ചതാക്കാം എന്നുള്ള കാര്യം കൂടി അവിടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നതായിരിക്കും. ഇത് ഞാൻ എൻ്റെ ഒരു ബയോഡേറ്റ വേർഡ് ഡോക്യുമെന്റ് ആയിട്ട് സ്വന്തം ചെയ്തിട്ടുള്ള ഒരു ഫോർമാറ്റ് ആണ്. അപ്പോൾ മൈക്രോസോഫ്റ്റ് വേർഡിലൂടെ എങ്ങനെ ഇത്തരത്തിലുള്ള ഒരു ബയോഡാറ്റ ഉണ്ടാക്കാം എന്ന് വേണമെങ്കിൽ കൂടെ എനിക്ക് പറഞ്ഞു തരാനാവും. അങ്ങനെ ഒരു വീഡിയോ നിങ്ങൾക്ക് ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിൽ പറയാം. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വേർഡിലൂടെ എങ്ങനെ ഒരു ബയോഡാറ്റ ചെയ്യണം എന്നുള്ള ഒരു വീഡിയോ ചെയ്യാം. ഇപ്പൊ നമ്മൾ ബയോഡാറ്റയുടെ കാര്യം പറയുമ്പോൾ നമ്മളൊരു ബയോഡാറ്റയിൽ അതിന് കൃത്യമായിട്ടുള്ള അലൈൻമെന്റ്, അതിന്റെ സ്പെല്ലിങ്ങുകൾ തെറ്റാതിരിക്കുക, അതിന് കൃത്യമായിട്ടുള്ള ഓർഡർ എന്നിവയെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. അത് നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ വേണ്ടെടുത്ത് ക്യാപിറ്റൽ ലെറ്റർ, സ്മോൾ ലെറ്റർ വേണ്ടെടുത്ത് സ്മോൾ ലെറ്റർ, ഇനി ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്ററും മിക്സ് ആയിട്ടാണ് അങ്ങനെ. അപ്പൊ അത് കൃത്യമായിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അതിന്റെ ഒരു വൃത്തി എന്തായാലും ആ ഒരു ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയും. എന്നിരുന്നാൽ നമ്മളതൊരു ഓർഡറിലല്ല എല്ലാം ഇങ്ങനെ നമ്മുടെ ഇഷ്ടത്തിന് അടിച്ചു വെച്ചിരിക്കുകയാണെങ്കിൽ ഇത് കാണുമ്പോൾ തന്നെ ഈ ബയോഡാറ്റ ഒരു സുഖമില്ലല്ലോ എന്ന രീതിയിലുള്ള അഭിപ്രായം നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്ന് വരാനുള്ള കാരണം കൂടി ആവാം എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ നമുക്ക് ആ ഫോർമാറ്റ് ഒന്ന് വൃത്തിയായിട്ട് പറഞ്ഞു പോവാം. ആദ്യം നമ്മൾ നമ്മുടെ ബയോഡേറ്റ എന്നുള്ള ഒരു ഹെഡിങ് അവിടെ കൊടുക്കും. നമ്മളെ ബയോഡേറ്റയാണ് നമ്മൾ അവിടെ കൊടുക്കുന്നത്. ഒരു വ്യക്തിയെ സംബന്ധിച്ച് അയാളുമായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അയാളുടെ പേര്. അപ്പൊ അയാളുടെ പേരെന്താക്കുക, നിങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ അഡ്രസ്സുകൾ അടിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ സ്പെല്ലിങ്ങുകൾ ശ്രദ്ധിക്കാതെയും മറ്റുമൊക്കെ ചെയ്യാറുണ്ട്. അപ്പൊ നിങ്ങൾ എവിടെ അഡ്രസ്സ് കൊടുക്കുമ്പോഴും ആ ഒരു അഡ്രസ്സ് നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസ്, ആധാർ കാർഡ്, SLC ബുക്ക്, +2 ഇവയൊക്കെ ഉള്ളത് സെയിം ആയിട്ട് കൊടുക്കാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കണം. കാര്യം എപ്പോഴെങ്കിലും ഒക്കെ ഇത് ക്രോസ് ചെക്ക് ചെയ്യുമ്പോൾ നമ്മുടെ രീതിയിൽ വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ അത് പിന്നെ നമ്മൾ അതിന്റെ പുറകെ കുറെ നേരം നടക്കേണ്ടതായിട്ടൊക്കെ വരും. അത് നമുക്ക് എന്ത് ചെയ്യാം, അതിലൂടെ ഒഴിവാക്കാൻ കഴിയും. അപ്പൊ നമ്മൾ അഡ്രസ്സ് കൃത്യമായിട്ട് അവിടെ വരി വരി വരിയായിട്ട് അഡ്രസ്സുകൾ അടിക്കുന്നു. നമ്മൾ ഏത് വർഷമാണ് ജനിച്ചത്, നമ്മുടെ ജെൻഡർ ഏതാണ്, നമ്മൾ നാഷണാലിറ്റി ഏതാണ്, നമ്മൾ ഏത് റിലീജിയനിലും കാസ്റ്റിലും പെടുന്ന ആളാണ്, നമ്മളെ മാരിറ്റൽ സ്റ്റാറ്റസ് എന്താണ്, നെയിം ഓഫ് ദി ഫാദർ, നെയിം ഓഫ് ദി മദർ എന്താണ്, നമ്മുടെ മൊബൈൽ നമ്പർ ഏതാണ്, നമ്മുടെ ഇമെയിൽ ID. ഈ ഇമെയിൽ IDയും മൊബൈൽ നമ്പറും നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. കാര്യം എന്താന്ന് വെച്ചാൽ നമുക്ക് ഭാവിയിൽ വരാനുള്ള, നമ്മൾ ഇത്തരത്തിലുള്ള ഒരു സ്ഥാപനത്തിൽ ആപ്ലിക്കേഷൻ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് അവിടുന്ന് ഏതെങ്കിലും ഒരു റെസ്പോൺസ് ലഭിക്കാൻ സാധ്യത നമ്മുടെ മൊബൈൽ നമ്പറിലൂടെയും ഇമെയിൽ IDയിലൂടെയും ആയിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അതിനനുസരിച്ച് കൃത്യമായിട്ട് അത് ക്രോസ് ചെക്ക് ചെയ്യേണ്ടത് അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇത് നമ്മളുടെ ഒരു പ്രാഥമികമായിട്ടുള്ള ഡീറ്റെയിൽസ് ആണ്. ആ പ്രാഥമികമായിട്ടുള്ള ഡീറ്റെയിൽസിന് ശേഷം ഇവിടെ നമ്മുടെ ഒരു ഫോട്ടോ കൂടി നമ്മൾ അറ്റാച്ച് ചെയ്യണം. കാര്യം നമ്മൾ ആരാണെന്ന് മനസ്സിലാവേണ്ടതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ അവിടെ നമ്മളുടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ കൂടി അവിടെ ഇൻസേർട്ട് ചെയ്യണം എന്നുള്ളതാണ്. ഇനി നമ്മൾ ടേബിളുകളിലാക്കിയിട്ട് നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണ് ടൈപ്പ് ചെയ്യുന്നത്. ഇവിടെ ഞാൻ ഒരു മോഡലായിട്ട് SLCയും ഹയർ സെക്കൻഡറിയുമാണ് ടൈപ്പ് ചെയ്തിരിക്കുന്നത്. ഡിഗ്രി ഉള്ളവരുണ്ടാവും, PG ഉള്ളവരുണ്ടാവും, BEd ഉള്ളവരുണ്ടാവും, PhD ഉള്ളവരുണ്ടാവും. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഓരോന്നായിട്ട് അടിച്ചടിച്ചടിച്ച് അടുത്ത ടേബിളുകളിലേക്ക് ആക്കുക. ഇനി ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതാണ്, നിങ്ങൾ പഠിച്ചിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ, അത് ഏത് ബോർഡ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ആണ് എന്നുള്ളത് എഴുതുക.
നിങ്ങൾ ഏത് വർഷമാണ് പാസ്സായിട്ടുള്ളത് എന്ന് എഴുതുക. നിങ്ങൾക്ക് അവിടെ നൽകിയിരിക്കുന്ന മാർക്ക് പെർസെൻറ്റേജ് ആണോ ഗ്രേഡ് ആണോ അതിനനുസരിച്ച് കാര്യങ്ങൾ ആഡ് ചെയ്ത് ചേർക്കുക. ഇത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ വേറെ തരത്തിലുള്ള സർട്ടിഫിക്കറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള സർട്ടിഫിക്കറ്റുകളൊക്കെ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾ ഏതൊക്കെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൽ പങ്കെടുത്തിട്ടുണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ ഇവിടെ അക്കമിട്ട് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഒന്ന്, ഞാൻ ഇന്ന ഇതിൽ പങ്കെടുത്തിട്ടുണ്ട്, ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്യാറുണ്ട്. രണ്ടാമത്തത്, അങ്ങനെ നിങ്ങളെ ഏറ്റവും നന്നായിട്ട് കാണിക്കാൻ പറ്റിയ കാര്യങ്ങൾ മുഴുവൻ നിങ്ങൾക്ക് ഈ ഒരു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൽ വേണമെങ്കിൽ ആഡ് ചെയ്യാം. നിങ്ങൾ പങ്കെടുത്തിട്ടുള്ള ഫെസ്റ്റുകൾ, കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മീറ്റിങ്ങുകളൊക്കെ അതിൽ ആഡ് ചെയ്യാം. ഇനി ഹോബീസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഞാൻ ഹോബീസിന് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. റീഡിങ്, മൂവീസ് കാണുക, ബാഡ്മിന്റൺ അല്ലെങ്കിൽ ക്രിക്കറ്റ് കളിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇവിടെ ഹോബീസ് ആയിട്ട് നമ്മൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ അടുത്തതായിട്ടുള്ളത് ഒരു ഇമ്പോർട്ടന്റ് കാര്യമാണ്. നമ്മൾ ഈ മുകളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾക്ക് കൃത്യമായിട്ട് അറിയുന്നതാണ് എന്നുള്ളതും ആ ഒരു ഇൻഫർമേഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ട്രൂ ആണ് എന്നുള്ളതും പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ അവിടെ പറയാണ്. ഐ ഹിയർ ബൈ ഡിക്ലയർ ദാറ്റ് ദ ഡീറ്റെയിൽസ് ആൻഡ് ഇൻഫർമേഷൻ ഗിവൻ എബവ് ആർ കംപ്ലീറ്റ് ട്രൂ. മുഴുവൻ സത്യമാണ് ആൻഡ് ട്രൂ ടു ദ ബെസ്റ്റ് ഓഫ് മൈ നോളജ് എന്ന് പറയാണ്. നമ്മൾ ഇത് ടൈപ്പ് ചെയ്യുന്ന സ്ഥലവും ഇതിന്റെ ഡേറ്റും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഒരു ബയോഡേറ്റ അവിടെ രൂപീകൃതമായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വേറൊരു കാര്യം പറയാനുള്ളത്, ഇത് ഞാൻ വേർഡിൽ തയ്യാറാക്കിയിട്ടുള്ള ഒരു മോഡലാണ്. അപ്പൊ ഇതുപോലെ എങ്ങനെയാണ് MS വേർഡിലൂടെ നിങ്ങളുടെ ബയോഡേറ്റ നിങ്ങൾക്ക് ലാപ്ടോപ്പിലൂടെ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലൂടെ സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ കഴിയുക എന്നുള്ള തരത്തിലുള്ള ഒരു വീഡിയോ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നിങ്ങളത് നിർബന്ധമായിട്ടും കമന്റ് ബോക്സിൽ പെടുത്തുക. ഒരു 10-15 കമന്റുകളൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ആ വീഡിയോ ചെയ്തിട്ട് ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ ഡീറ്റെയിൽസ് നൽകുന്നതായിരിക്കും. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി, നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. വീഡിയോയ്ക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുണ്ട്, അതുപോലുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമന്റ് ബോക്സിലും രേഖപ്പെടുത്താവുന്നതാണ്. ഇനി വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതും കമന്റ് ബോക്സിൽ പറയാവുന്നതാണ്. അടുത്ത ഒരു വീഡിയോവുമായിട്ട് വരുന്നത് വരെ താങ്ക് യു.